എടാ ഇപ്പോൾ ഒരുപാട് ഡിവോഴ്സ് ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ നടന്നു നിൽക്കുകയാണ്. ഒരു സമയത്ത് കല്യാണം കഴിയുന്ന അതേപോലെ തന്നെ ഇപ്പോൾ ഡിവോഴ്സും നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെന്താണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പോൾ ഡിവോഴ്സ് അധികരിക്കാനുള്ള കാരണം? അത് ഇന്നത്തെ ഒരു സാമൂഹികപരമായ മൊത്തം ചുറ്റുപാടൊക്കെ കൂടെ നോക്കിയിട്ട് എന്താണ് എനിക്ക് പറയാനുള്ള എന്താണ് ഒരു അഭിപ്രായം? ഇന്നത്തെ ഈ ഒരു തലമുറേൻ്റെ പ്രശ്നമാണോ, അതല്ല പാർട്ട്ണറുടെ പ്രശ്നമാണോ, പരസ്പരം മനസ്സിലാക്കാത്തതാണോ, എന്തൊക്കെയാണെന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? പിന്നെ അത് ഇപ്പോഴത്തെ തലമുറൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആയിരിക്കാം. അല്ലാതെ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു 90% ഇപ്പോൾ ഡിവോഴ്സ് നടക്കുന്ന ലവ് മാരേജിലാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഇപ്പോഴായാലും പണ്ടായാലും മാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരു 90% ലവ് മാരേജുകളാണ് ഇപ്പോൾ. ആ ലവ് മാരേജ് ഡിവോഴ്സിലേക്ക് എത്താനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് ഒരിക്കലും ബോയ് ആയാലും ഗേൾ ആയാലും നെഗറ്റീവുകൾ കാട്ടാൻ ശ്രമിക്കൂല, പോസിറ്റീവുകൾ കാണിക്കാനേ ശ്രമിക്കുള്ളൂ. പിന്നെ മാരേജിന് ശേഷവും നെഗറ്റീവും പോസിറ്റീവും എങ്ങനെയായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു പ്രശ്നം വരും. അങ്ങനെയാണ് ഈ ലവ് മാരേജിൽ കൂടുതലും ഒരു ഡിവോഴ്സ് നടക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. പിന്നെ നീ പറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ മാരേജ് ലൈഫ് ഞാൻ തീരുമാനിക്കുന്നതല്ല. എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതേപോലെ അനുകരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഇപ്പം മിക്ക ആൾക്കാരും. നമ്മളെ ലൈഫ് നമുക്കിഷ്ടമുള്ളതുപോലെ അല്ല ഇപ്പം ആരും ജീവിക്കുന്നത്. പുറത്തുള്ള അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റുള്ള ആൾക്കാരെങ്ങനെയാണോ ജീവിക്കുന്നത് അത് നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒരു പകുതി ആൾക്കാരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഡിവോഴ്സ് വരാം. കാരണം പുറത്തുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മളല്ലാത്ത ഒരാൾ ജീവിക്കുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലായാലും എങ്ങനെയായാലും ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാതെ നമുക്ക് പറ്റാത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ ഇപ്പോൾ ഗേളാണെങ്കിൽ ബോയിനെ പറയുമ്പോഴും ബോയ് ഗേളിനെ പറയുമ്പോഴും ആണ് ആ ഒരു പ്രശ്നം. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഭാര്യ ഭർത്താവ് തമ്മിലൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവും. അത് ഏത് റിലേഷൻഷിപ്പ് ആയാലും ഉണ്ടാവും. ആ ഒരു പ്രശ്നം മറ്റുള്ളവരെ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് വരുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഡിവോഴ്സ് ആവുന്ന എത്രയോ ആൾക്കാർ ഇപ്പോൾ നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്. ഇന്ന് പല സൈക്കോളജിസ്റ്റും പറഞ്ഞൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയ ഇന്ന് ദാമ്പത്യത്തിനെ വളരെയധികം ഫാമിലി റിലേഷൻഷിപ്പിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അനുകരണം. അവർക്കതുണ്ട്, എനിക്കതില്ല, മറ്റാര് ചെയ്ത് ഞാനേ ചെയ്തില്ല, എൻ്റെ പാർട്ണർ ഇങ്ങനെ, അവരുടെ പാർട്ണർ നല്ല രീതി. അപ്പോൾ എത്രയും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നവരോ ഈ ഒരു നെഗറ്റീവ് നമ്മളിലേക്ക് സ്പ്രെഡ് ആവും. അതാണ് നമ്മളെ പാർട്ണറെ നോക്കുന്ന അത് ഹസ്ബൻഡ് ആയാലും ശരി, വൈഫായാലും ശരി, നമ്മൾ പാർട്ണറെ നോക്കുന്ന നേരം ഈ കണ്ട കാഴ്ചകൾ മുഴുവൻ, സോഷ്യൽ മീഡിയയിൽ കണ്ട കാഴ്ചകൾ മുഴുവൻ നമ്മൾ മൈൻഡിലേക്ക് വരും. അത് നമ്മൾ പാർട്ണറിലേക്ക് കാണുന്ന നേരം അത് കാണാതിരിക്കും, ആ ഒരു ക്വാളിറ്റി കാണാതിരിക്കും. അല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ പാർട്ണർ എനിക്കിങ്ങനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഹാപ്പിനെസ്സുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ, അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഓക്കെ അല്ല, പല രീതിയിലുള്ള ഒരു ചിന്തകൾ വന്നു കൂടിയും അത് അവരുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. അത് വളരെ നല്ലൊരു പോയിൻ്റാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞ പോലെ കമ്പാരിസൺ വരുന്നതാണ് വളരെയധികം പ്രശ്നമാകുക. ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലവിധ പോസ്റ്റുകളും അതിൻ്റെ ഇടയിലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവരും കാണാൻ പബ്ലിക്കായി ഇടില്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾക്കത് വരില്ല. ഒരു ദിവസം തന്നെ ഒരുപാട് പോസ്റ്റുകൾ കാണുന്നതാണ് നമ്മൾ. ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് സകലമാന ഇപ്പോൾ വ്ളോഗേഴ്സൊക്കെ നല്ല രീതിയിൽ അവരെ മെഡിറ്റ് ലൈഫ് ആസ്വദിക്കുന്ന സമയത്ത് അതുപോലെ നമുക്ക് കിട്ടുന്നില്ലല്ലോ, അവരൊക്കെ എന്ത് ഹാപ്പിയാണ്. സംഗതി ആ ഒരു ക്യാമറ മുന്നിൽ മാത്രമേ അവരുടെ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അതൊരു നോർമലാണ്. അത് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെത്ര ഹാപ്പിയാണെന്നാണ് വിചാരിക്കുക.
അതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയില്ല, അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യലി വലിയ സെറ്റിലായ ആൾക്കാരായിരിക്കും, അതിൻ്റെ ഇടയിൽ ഒരു സമാധാനം എന്ന കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക, പരസ്പരം അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, ആ ഒരു സ്പേസ് ഒന്നും നിലനിൽക്കുക. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 3 മെരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അതല്ലാത്ത ദാമ്പത്യത്തിൽ ഒരു കുറച്ച് കാലം ജീവിച്ച്, അതായത് കല്യാണത്തിന് മുന്നേ ഉള്ളൊരു കൗൺസിലിങ്, കല്യാണത്തിന് 1 ഇയർ 2 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് 1 ഇയർ 2 ഇയർ, ആ ഒരു ഗ്യാപ്പിലൊക്കെ ഒരു കൗൺസിലിങ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് എത്രത്തോളം അതിന് ഗുണകരമാണെന്ന് എന്താ തോന്നുന്നത്? ആദ്യം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയേൻ്റെ കാര്യം. സോഷ്യൽ മീഡിയേൻ്റെ എന്താ പറയുക, കമ്പാരിസൺ മാത്രമല്ല സോഷ്യൽ മീഡിയനെ കൊണ്ട് ഒരു ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഒരു പാർട്ട്ണർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കാതെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ ഇത്. അപ്പം പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വേണ്ടത്. അത് മനസ്സിലാക്കാനുള്ളൊരു സമയം, അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണർക്കുള്ള ഒരു അറ്റൻഷൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പം 90% കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അതും കൂടെ ഡിവോഴ്സിനൊരു കാരണമാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ വലിയൊരു പോയിന്റാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നവർ നമ്മളെ അറ്റൻഷൻ, കാരണം നമ്മളെ ആ ഒരു റീല് കാണുക, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണുക. ഇത് കാണുന്ന സമയത്ത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, പാർട്ണർ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളത് മൈൻഡ് ചെയ്യില്ല. നമുക്കപ്പോൾ ഫോണിലുള്ള നല്ല വീഡിയോസിലേക്ക് നമ്മുടെ ടൈം, അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുന്നില്ല. പാർട്ണർക്ക് ക്വാളിറ്റി, ഇപ്പോൾ 1 മണിക്കൂർ വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതും 5 മിനിറ്റ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അശ്രദ്ധകളും നിന്ന് ഒഴിവായി കറക്റ്റ് 100% നമ്മൾ ആ ഒരു പാർട്ണറെ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ലൈഫ് 2 പേർക്കും ഉണ്ടാവും എന്നുള്ളതാണ്. അത് വളരെ ശരിയാണ്. പിന്നെ കൗൺസിലിങ്ങിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ക്രിസ്ത്യൻ മതത്തിലൊക്കെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് കല്യാണത്തിൻ്റെ മുന്നേ ഹസ്ബൻഡിനും വൈഫിനും കൂടെ ഒരു ക്ലാസ് അവർ കൊടുക്കുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും കൂടെ നേരിട്ട് വന്നിട്ടുള്ളൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും കൊടുക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ക്ലാസ്സിനെക്കാട്ടിലൊക്കെ ഉപരി ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ പരസ്പരം കുറേ സംസാരിക്കണം. അല്ലെങ്കിൽ ടൈം കണ്ടെത്തിയിട്ട് പരസ്പരം സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കുക. സംസാരത്തിലൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നത് മാറിക്കിട്ടും. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കല്യാണത്തിന് ശേഷം ഇതിപ്പോൾ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പം നമ്മൾ അച്ഛൻ, അമ്മ, അവർ പറയുന്ന കുറേ കാര്യങ്ങൾ ആ ടൈമിൽ നമ്മൾ തട്ടിക്കളയും പല കാര്യങ്ങളും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കത് ഭാവിയിലേക്ക് നമ്മൾ വിചാരിക്കുക, എന്നാൽ അവർ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയുള്ളൊരു ഇതും വരാം. അതല്ലാതെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം സംസാരിക്കുക. അതായത് നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും പറയാനുള്ളത് പരസ്പരം പറയുക. അതായത് നമ്മളെ പാർട്ട്ണർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുക. ഒരു ദിവസം ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള 2 വ്യക്തികൾക്ക് രണ്ടാൾക്കും പല കാര്യങ്ങളാണ് നടക്കുക. ഒരാളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ജോലി സ്ഥലത്ത് പല കാര്യങ്ങളും നടക്കും. ഇപ്പോൾ വൈഫ് വീട്ടിൽ തന്നെ ആണെങ്കിലും വീട്ടിൽ പല കാര്യങ്ങളും നടക്കാം. അപ്പോൾ ഇവർ രണ്ടാളും ഒത്തുചേരുന്ന ഒരു സമയം, ആ സമയത്ത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റൻഷൻ കൊടുത്തിട്ട് പരസ്പരം അന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറേ കൂടെ സെറ്റാവുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അതുണ്ട്, ക്രിസ്ത്യൻ റിലീജിയനിൽ അങ്ങനത്തെ ഞാനും കേട്ടിട്ടുണ്ട്. ശരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാർ ഓടിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിലേക്ക് ഒരു കാറ് കൊടുക്കുക, ഇതാ നിങ്ങൾ ഓടിച്ചോടി കാറ്. അപ്പോൾ ആ ഓടിക്കാൻ അറിയാത്ത ആൾക്ക് കാറിനെ പറ്റി ധാരണ, ഇത് കാറാണെന്നുള്ളത്. ആൾ കയറിയിരുന്ന് കാർ ആക്സിലേറ്റർ കൊടുത്ത് സ്റ്റാർട്ടാക്കിയത് എന്താണെന്നുള്ള ആദ്യം കുറേ എന്തൊക്കെയോ മനസ്സിലായി. പിന്നെ ആൾ കാറ് എടുത്ത് റോഡിലേക്ക് ഇറങ്ങി എങ്ങനെയൊക്കെ ഇറക്കി അത്തൊരു തട്ടിൽ നിൽക്കലൊക്കെ നടന്ന്
പിന്നെ മെയിൻ റോഡിലെത്തി. അവിടുന്ന് ഇതേപോലെ എന്തൊക്കെയോ കളിച്ച് കുറേ ദിവസങ്ങളോടെ മെനക്കെട്ട് മെയിൻ റോഡ് നമ്മൾ റൺ ചെയ്ത്. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി. പിന്നെ കുറച്ച് നേരം അതിന് കുറച്ച് കാരണങ്ങൾ ഉൾക്കൊണ്ട് പിന്നെ കുറേ മുന്നോട്ട് പോയി. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കാറ് മെയിൻ റോഡിലേക്ക് ഇറക്കി. പിന്നെ ഒരാളെ തട്ടി, ആൾ മരിച്ചു. അങ്ങനെ പല കേസും ഒക്കെ ഇതൊക്കെ ആയി വരും. നേരെ മറിച്ച് ആദ്യമേ ഇതെന്താണ് കാറ്, എന്താണ് ആക്സിലേറ്റർ, എങ്ങനെ ബ്രേക്ക്, ഇത് ഏത് സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം, അത് നമ്മൾ ആദ്യം തന്നെ കാറ് വാങ്ങുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ കാറ് സ്വന്തമായി വാങ്ങിയാൽ തന്നെ നമ്മൾ ആദ്യം ഒരു ട്രെയിനറായ ഒരാളെടുത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെടുത്ത് ആളെ സൈഡിൽ ഇരുത്തിയിട്ടോ അല്ലെങ്കിൽ ആളുടെ ആ രീതിയിൽ നമ്മൾ അവരുടെ കൺട്രോളിൽ നമ്മൾ ആദ്യം വണ്ടി ഓടിക്കുക. എന്ന് വെച്ചാൽ ആ വണ്ടി ഓടിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലാവും. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഒരു കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ. പിന്നെ നമ്മളെ കയ്യിലാണ്. പിന്നെ നമുക്ക് എങ്ങനെയും ആ ഒരു കാറിന് ഓടിക്കാം. അതുപോലെ റിലേഷൻഷിപ്പ് ഭാര്യഭർത്താക്കന്മാർ ആദ്യം തന്നെ കല്യാണം കഴിയുന്നതിന് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, ഈ ഒരു കാര്യം ഇന്നത്തെ ജനറേഷനിൽ ആർക്കും അറിയില്ല. മീൻസ് അത്ര ഡീപ്പായിട്ട് അറിയില്ല. പിന്നെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഇപ്പോൾ കാറിനെ കൊണ്ട് പറഞ്ഞ ഉദാഹരണം, ഇതൊരു കയറ്റത്തിന് നമ്മൾ എങ്ങനെ കാർ എടുക്കണം, ഒരു ഇറക്കത്തിന് ഒരു റിവേഴ്സ്, ഒരു യൂ ടേൺ എടുക്കേണ്ടത് എങ്ങനെയാണ്, ഈ രീതിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഒരാൾ പറഞ്ഞു കൊടുത്തത് ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, മറ്റുള്ളവർക്ക് ഉപദ്രവം ഒക്കെ ചെയ്യും. അതുപോലെ ഈ ഒരു കാര്യം നമ്മൾ എക്സ്പേർട്ടായ ട്രെയിനേഴ്സ്, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ കുടുംബത്തിൽ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുകയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള ആൾക്കാരാണ്. ഇതൊക്കെ വെച്ച് പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ചുകൾ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ക്ഷമയോടുകൂടെ സമീപിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം ആ ഒരു ഭാര്യ ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പാടില്ല, ഭാര്യൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് എങ്ങനെ പെരുമാറണം, ഭാര്യ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് എങ്ങനെ പെരുമാറണം, ഇങ്ങനത്തെ ഹെൽത്ത്, മെൻറ്റാലിറ്റി, ഫിനാൻഷ്യൽ, ഈ കാര്യങ്ങളാണ് മുഴുവനും നമുക്ക് അവിടെ ഈ ട്രെയിനേഴ്സ്, കൗൺസിലേഴ്സ് അവർ പറഞ്ഞു തരും. സൈക്കോളജി അവർ എക്സ്പേർട്ടായ ട്രെയിനേഴ്സ് പറഞ്ഞു തരും. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കല്യാണത്തിൽ ജാതകത്തിൽ മുന്നോട്ട് പോകുന്ന നേരം പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അവിടുന്ന് പറഞ്ഞു തരും. ഇതാണ് ഞാനതിൽ മനസ്സിലാക്കിയ കാര്യം. ആ ഒരു കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും പ്രയോജനമുള്ളൊരു ഏരിയ ആണത്. അത് രണ്ടാളും ഒരേപോലെ ചെയ്ത് ഒരേപോലെയാണോ കേൾക്കുന്നത്, അപ്പോൾ രണ്ടാ കാര്യം മൈൻഡിലുണ്ടാവും, ഈ കാര്യം റിമൈൻഡ് ആവും. ഈയൊരു റൈറ്റപ്പ് കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിൻ്റെ റൈറ്റപ്പാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പഴയ കൂട്ടുകുടുംബ സംസ്കാരത്തിൽ നിന്നും പുതിയ അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് വന്നപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വല്ലാതെ വർദ്ധിച്ചു. എല്ലാവരും ഞാൻ ആകുമ്പോൾ നാം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം, ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗം, ചില സീരിയലുകളുടെയും മറ്റും ദുസ്വാധീനം, മദ്യപാനം, മൃതദേഹ സംസ്കാരം തുടങ്ങിയ ചില കാര്യങ്ങളും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണമായി മാറുന്നു.